അശ്വതി വിശ്വനാഥനുണ്ട് എനിക്കിപ്പം. അശ്വതി, ഗുഡ് മോർണിംഗ്. രാവിലെയൊക്കെ കൊച്ചിയിൽ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. നനഞ്ഞാണ് ഓഫീസിലേക്ക് വന്നതുമൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ? സേതു, ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞ പോലെ ഇന്ന് രാവിലെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്ന് തുറന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പതിവ് പോലെ ഇന്ന് വീണ്ടും കാലാവസ്ഥ വിശേഷങ്ങളുമായി ഞാൻ വന്നിരിക്കുകയാണ്. രാവിലെ തന്നെ മഴയുണ്ടോ എന്ന് ഞാൻ വീണ്ടും ചോദിക്കുന്നില്ല, കാരണം പല സ്ഥലങ്ങളിലും ഇന്നിവിടെ ഉൾപ്പെടെ പല സ്ഥലങ്ങളും നേരിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നേരിയ മഴ മാത്രമായിരിക്കും അതിതീവ്ര മഴയിലേക്ക് ഇനി കുറച്ച് ദിവസങ്ങൾക്ക് സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് കടക്കാം. സംസ്ഥാനത്ത് ഇന്ന് ആകെ മഴയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത്. അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പൊന്നും നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ സംസ്ഥാനത്ത് മഴ കുറഞ്ഞു എന്നത് വ്യക്തമാണ് നമുക്ക് ഈ ഒരു മാപ്പ് കാണുമ്പോൾ. എന്നാൽ ചെറിയ രീതിയിൽ കാറ്റൊക്കെ തുടരുമെന്നും ഇതിനോടൊപ്പം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ മഴയൊന്ന് കുറഞ്ഞപ്പോൾ സംസ്ഥാനത്ത് UV ഇൻഡെക്സ് വർദ്ധിച്ചിട്ടുണ്ടെന്നും കൂടി പറയുന്നുണ്ട് കാലാവസ്ഥ വിദഗ്ധർ. അപ്പോൾ ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയൊക്കെയാണ് UV ഇൻഡെക്സിൻ്റെ തോതെന്നാണ് നമ്മളിനി പരിശോധിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കൊല്ലം, പത്തനംതിട്ട ഈ ജില്ലകളിലെല്ലാം UV ഇൻഡെക്സ് ഓറഞ്ച് ലെവലിലാണ് എത്തിയിരിക്കുന്നത്. ആലപ്പുഴയിൽ 9, കോട്ടയം 9, പാലക്കാട് 9, മലപ്പുറം 9, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ 8ലാണ് UV ഇൻഡെക്സ് എത്തിയിരിക്കുന്നത്. അടുത്തതായി യെല്ലോ ലെവലിൽ എത്തിയിരിക്കുന്ന ജില്ലകളാണ് ഇനി നോക്കുന്നത്. തൃശ്ശൂർ, കോഴിക്കോട് 7, തിരുവനന്തപുരം 6, എറണാകുളം 5, കാസർഗോഡ് 3, കണ്ണൂർ 4, വയനാട് 2. അപ്പോൾ ഇങ്ങനെയാണ് ഈ ജില്ലകളിലുള്ള UV ഇൻഡെക്സിൻ്റെ തോതെന്ന് പറയുന്നത്. അപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ സ്ഥിതിക്ക് ഈ ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലാണ്, അത്യാവശ്യം ചൂടുണ്ട്. രാത്രിയായാലും ചെറിയ ചൂടൊക്കെ ഉണ്ട്. മഴയില്ലെങ്കിൽ ചെറിയൊരു ചൂടൊക്കെ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന ജില്ലകളിൽ ഇങ്ങനെയൊക്കെയാണ് തോതെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ UV ഇൻഡെക്സിൻ്റെ. അപ്പോൾ ഇനി മഴയായിട്ട് ബന്ധപ്പെട്ട് നേരിയ മഴയ്ക്കുള്ള സ്ഥിതിക്കും ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശം കൂടി കാലാവസ്ഥ വകുപ്പ് നൽകുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുള്ള തീരദേശ പ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ഈ കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ ഒരു സമയങ്ങളിൽ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അധികൃതരുടെ ഈ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അനുസരിക്കാം. അടുത്തതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നേരിയ മഴയാണെങ്കിലും പിന്നാലെ കാറ്റിനുള്ള മുന്നറിയിപ്പും കൂടി കാലാവസ്ഥ വകുപ്പ് നൽകുന്നുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഈ തീരങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മഴയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ചൂടാണ്. ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയൊക്കെ ചൂട് വർദ്ധിക്കാം, ഏതൊക്കെ തോതിൽ ചൂട് വർദ്ധിക്കുമെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരം 33, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ 32 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമതായി എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലാണ്. 3 ജില്ലകളിലും 31 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. അപ്പോൾ ഇങ്ങനെയാണ് സംസ്ഥാനത്തെ ചൂടിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്. ഇത്ര രീതിയിൽ ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതേസമയം ഈ മധ്യപ്രദേശിന് മുകളിൽ ന്യൂനമർദ്ദം കാരണം ഉത്തരേന്ത്യയിൽ മൺസൂൺ സജീവമായിരിക്കുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത്. മാത്രമല്ല ഈ രാജസ്ഥാനിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബീഹാർ, ഹിമാചൽ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശിലും അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണല്ലേ, ഡൽഹിയിലൊക്കെ നല്ല മഴയാണ്, അതിനനുസരിച്ചുള്ള മഴക്കെടുതികളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലകളിലും മഴ ശക്തമായിരിക്കുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് നിലവിൽ നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. എല്ലാ പ്രേക്ഷകർക്കും വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കും. നാളെ വീണ്ടും കാലാവസ്ഥ വിശേഷങ്ങളുമായി നമുക്ക് സ്കൈ വാച്ചിൽ കാണാം. സേതു.